നമ്മളെല്ലാവരും മൊബൈൽ ഫോണെല്ലാം യൂസ് ചെയ്യുന്നവരാണ്. എന്നാൽ നമ്മൾ മൊബൈൽ ഫോണെല്ലാം യൂസ് ചെയ്യുന്നവർ തീർച്ചയായും അവരുടെ മൊബൈൽ ഫോണിൽ സെറ്റ് ചെയ്തിരിക്കേണ്ട ഒരു സെറ്റിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. ഇത് എന്താണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടി ഞാനിപ്പോൾ ഇവിടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സിൽ പോകുന്നുണ്ട്. അതിനുശേഷം ഇവിടെ സെർച്ച് എന്നതിൽ പോയി എമർജൻസി കോൺടാക്ട്സ് എന്ന് സെർച്ച് ചെയ്യുകയാണ്. ഇത്തരത്തിൽ നമ്മുടെ മൊബൈലിൽ തീർച്ചയായും എമർജൻസി കോൺടാക്ട്സ് എല്ലാം നമ്മൾ ആഡ് ചെയ്തിരിക്കണം. ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണ് എന്നെല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇതിനായി നിങ്ങൾക്ക് എമർജൻസി കോൺടാക്ട്സ് എന്നൊരു ഓപ്ഷൻ ലഭിക്കും. ഇതിൽ പോയതിനു ശേഷം ഇവിടെ എമർജൻസി കോൺടാക്ട്സ് എന്നതിൽ പോയി ഇവിടെ നിങ്ങൾക്ക് ആഡ് എമർജൻസി കോൺടാക്ട്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കോൺടാക്ട്സ് ലിസ്റ്റിലേക്ക് പോവുകയും നിങ്ങളുടെ ഫോണിലെ കോൺടാക്ട്സ് ലിസ്റ്റിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെ ഇവിടെ എമർജൻസി കോൺടാക്ട്സ് ആയി ആഡ് ചെയ്യാനെല്ലാം സാധിക്കും. അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും തീർച്ചയായും സെറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ഇത്തരത്തിലാണ് ഈ ഒരു ആഡ് ചെയ്യാനെല്ലാം സാധിക്കുക. നമുക്ക് മൾട്ടിപ്പിൾ കോൺടാക്ട്സ് എല്ലാം ആഡ് ചെയ്യാനുള്ള ഓപ്ഷനുമുണ്ട്. അതിനുശേഷം നമുക്കിത് ബാക്ക് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് അടുത്തതായി നമ്മൾ സെറ്റ് ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇവിടെ എമർജൻസി ഷെയറിംഗ് എന്നൊരു ഓപ്ഷൻ എല്ലാം ഉണ്ട്. ഇവിടെ നമുക്ക് ഈ എമർജൻസി ഷെയറിംഗ് എന്ന ഓപ്ഷൻ നിങ്ങളുടെ ഫോണിൽ അവൈലബിൾ ആണെങ്കിൽ ഇതുകൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൺ ചെയ്ത് വയ്ക്കാം. അതായത് എമർജൻസിയായി നമുക്ക് നമ്മുടെ ഈ ഒരു ലൊക്കേഷൻ, അതുപോലെ നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഓഡിയോ 5 മിനിറ്റോ 5 സെക്കൻഡ് ഓഡിയോ, ഈ കാര്യങ്ങളെല്ലാം ഇവിടെ നമുക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ എല്ലാമാണ് വരുന്നത്. പലപ്പോഴും വളരെ എമർജൻസി ആയ ഒരു ഘട്ടത്തിൽ ഇങ്ങനെയുള്ള സാഹചര്യത്തിലെല്ലാമാണ് ഇത്തരത്തിലുള്ള ഈ ഒരു ഫീച്ചറെല്ലാം നമുക്ക് യൂസ്ഫുൾ ആകുന്നത്. ഇപ്പോൾ വളരെ എമർജൻസി ആയ ഒരു സിറ്റുവേഷനെല്ലാം യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണിത്. അതിനാൽ തന്നെ ഇത് നമ്മൾ നിർബന്ധമായി നമ്മുടെ മൊബൈലിൽ സെറ്റ് ചെയ്തിരിക്കണം. ഇവിടെ അറ്റാച്ച് പിക്ചർ എന്നത് ടേക്ക് പിക്ചർ വിത്ത് ദി ഫ്രണ്ട് ആൻഡ് റിയർ ക്യാമറാസ് ആൻഡ് ഇൻക്ലൂഡ് ദം ടു യുവർ മെസ്സേജസ്, ഇതെല്ലാം തന്നെ ഇത്തരത്തിൽ ഓട്ടോമാറ്റിക്കായി നമുക്ക് ഈ ഒരു ഓപ്ഷൻസ് എല്ലാം തന്നെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ മൊബൈലിൽ ഉണ്ട് എങ്കിൽ നിങ്ങൾ ഇത് ഓൺ ചെയ്ത് വയ്ക്കാൻ മറക്കാതിരിക്കുക. ഇനി മറ്റൊരു കാര്യമെന്ന് പറയുന്നത് എമർജൻസി SOS എന്നതാണ്. ഇതിൽ ടാപ്പ് ചെയ്തതിന് ശേഷം ഈ ഒരു കാര്യം കൂടി നിങ്ങൾ ഓൺ ചെയ്ത് വച്ചിരിക്കണം. അതായത് ഇവിടെ നിങ്ങൾക്ക് ഈ എമർജൻസി നമ്പർ എന്ന് പറയുന്നത് ഡിഫോൾട്ടായി 112 എന്ന നമ്പറെല്ലാം ആയിരിക്കും. 112 എന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക്. ഇത് റെസ്ക്യൂ, പോലീസ്, ആംബുലൻസ്, ഫയർ ഡിപ്പാർട്ട്മെൻറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കെല്ലാം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു എമർജൻസി സിറ്റുവേഷനിൽ ആക്സസ് എല്ലാം ലഭിക്കുന്നതിനുള്ള ഒരു കാര്യമാണ് ഇവിടെ 112 എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഈ 112 അല്ല എങ്കിൽ നിങ്ങൾക്ക് കസ്റ്റം നമ്പർ, അതായത് നിങ്ങൾക്ക് വേണ്ട ഒരു നമ്പറെല്ലാം തന്നെ ഇത്തരത്തിൽ എമർജൻസി നമ്പറായി ഇവിടെ ആഡ് ചെയ്യാനും സാധിക്കും. ഇതിനായി ഇവിടെ ഈ കസ്റ്റം നമ്പർ എന്നതിൽ പോയി ഇവിടെ നിങ്ങൾക്ക് വേണ്ട നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. എന്നാൽ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇത് മൊബൈൽ നെറ്റ്വർക്ക് എല്ലാം ഉള്ളപ്പോൾ മാത്രമാണ് നമുക്ക് ഈ കസ്റ്റം നമ്പറിലേക്കുള്ള കോളെല്ലാം പോവുക. എന്നാൽ മറ്റത്, അതായത് ഈ 112 എന്നത് ഇത് നിങ്ങൾക്ക് ഇപ്പോൾ മൊബൈൽ നെറ്റ്വർക്ക് ഇല്ലെങ്കിൽ കൂടി ഇത്തരത്തിൽ എമർജൻസി കോളെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിലേതാണ് നിങ്ങൾക്ക് വേണ്ടത്? ഇത് നിങ്ങൾ കോൺടാക്ട്സ് സെറ്റ് ചെയ്തതിന് ശേഷം ഇനി ഇവിടെ നമുക്ക് ഈ ഒരു എമർജൻസി ഇതെല്ലാം തന്നെ നമുക്ക് എന്തെങ്കിലും കാര്യമെല്ലാം വരുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ആക്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ എല്ലാമാണ് ഇവിടെ പറയുന്നത്. അതായത് നമ്മുടെ ഈ പവർ ബട്ടൺ 5 തവണ പ്രസ് ചെയ്യാനാണ് പറയുന്നത്. ഇത്തരത്തിൽ ഇത് ഓൺ ചെയ്ത് വച്ചതിന് ശേഷം 5 തവണ നിങ്ങൾ പവർ ബട്ടൺ എല്ലാം പ്രസ് ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇമ്മീഡിയറ്റായി നമ്മൾ ഇതുപോലെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന എമർജൻസി കോൺടാക്ട്സിലേക്ക് കോളെല്ലാം പോകുന്നതാണ്. അപ്പോൾ ഇത് ഏതൊരു മൊബൈൽ യൂസ് ചെയ്യുന്നവരും ഇത്തരത്തിൽ എമർജൻസി കോൺടാക്ട്സ് എല്ലാം ആഡ് ചെയ്തിരിക്കാൻ ശ്രദ്ധിക്കുക. ഈ ഒരു വീഡിയോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു വീഡിയോ ആണ്. അതിനാൽ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഈ ഒരു വീഡിയോ എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കാതിരിക്കുക. എല്ലാവരും ഇപ്പോൾ തന്നെ ഈ കാര്യമെല്ലാം സെറ്റ് ചെയ്യുക.